ഹലോ. നമുക്ക് ഓരോരുത്തർക്കും സന്തോഷിക്കാൻ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വേണ്ടേ? അപ്പം അതന്ന് എനിക്കൊരു കാരണം കിട്ടി. ഇന്ന് എൻ്റെ പിറന്നാളാണ്. നമ്മൾ പണ്ട് സൺ ടി വിയിലൊക്കെ കേൾക്കില്ലേ, പിറന്തനാൾ വാഴ്ത്തുക്കൾ. അതേപോലെ ഇന്ന് എൻ്റെ പിറന്നാളാണ്. വാ, നിങ്ങളും കൂടി വാ എൻ്റെ കൂടെ, നമുക്ക് ഒരുമിച്ച് പിറന്നാൾ അങ്ങ് ആഘോഷിക്കാന്നേ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി. ഞങ്ങളുടെ തട്ടകത്തിലെ, ഞങ്ങളുടെ ദേശത്തെയൊക്കെ കാക്കുന്ന ഞങ്ങളുടെ സ്വന്തം വേങ്ങശ്ശേരിക്കാവിൽ അമ്മേനെ കാണാൻ പോയി. അമ്പലത്തിലെത്തുമ്പോൾ എല്ലാ അമ്പലത്തിലും പോലെ തന്നെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. കിളികളുടെ കൊച്ചൊക്കെ എന്ത് രസമാണ്, നോക്കി നോക്ക്. ഈ അമ്പലം ഉണ്ടല്ലോ, ഇതിൻ്റെ ചുറ്റും നിറയെ പാടങ്ങളാണ്. ഈ പാടത്തിൻ്റെ നടുക്കായിട്ട് ഈ അമ്പലം ഇരിക്കുന്നത്. അപ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ്. അപ്പം നെല്ലൊക്കെ ഉള്ള സമയത്ത് ഇത് കൂടെ വരുമ്പോൾ, നെല്ലല്ല, നെല്ല് പൂത്ത് നിൽക്കുന്ന സമയമല്ലേ, അപ്പോഴൊക്കെ ഈ അമ്പലം കാണാൻ നല്ല ഭംഗിയാട്ടോ. പിന്നെ വേഗം അമ്പലത്തിൽ നിന്ന് തിരിച്ചു വിട്ടാം. പോരുന്ന വഴിക്ക് കുറച്ച് ചെമ്പരത്തി ചെടികളെയൊക്കെ കണ്ട്. ഇപ്പം ആരും അങ്ങനെ ചെമ്പരത്തിയൊന്നും വീട്ടിൽ വളർത്തുന്നില്ലല്ലോ. പക്ഷെ അത് കണ്ടപ്പോൾ ഒരു പഴയ കാലഘട്ടമൊക്കെ അതിലേക്കൊക്കെ ഒരു ഓർമ്മ പോയി. പിന്നെ പാടത്തു കൂടെ ആയിരുന്നു യാത്ര. പാടത്ത് നല്ല കാറ്റൊക്കെ വീശുണ്ടായിരുന്നു. ഇതിങ്ങനെ കണ്ടപ്പോൾ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ തോന്നി. പാടത്തിങ്ങനെ വന്നിരുന്ന് വർത്താനം പറയും, എന്താ രസം. ഞാൻ പറഞ്ഞില്ലേ നല്ല കാറ്റാ, കണ്ട ഈ തൊട്ടാവാടി ചെടികൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിനും പോയൊരു തൊട്ട് വാടിപ്പിച്ച് ഒരു കൗതുകം തോന്നി അതിനൊക്കെ ഒന്ന് കണ്ടപ്പോൾ. പിന്നെ അതാ നമ്മുടെ പാലക്കാടിൻ്റെ സിമ്പിളായിട്ടുള്ള കരിമ്പനകൾ, അതും പാടവരമ്പിൽ ആകാശം മുട്ടേ നിൽക്കുന്നു. പിന്നെ ഷടപടാ വീട്ടിലേക്ക് ഓടി സാമ്പാർ ഉണ്ടാക്കാണ്ടായിരുന്നു. ഈ സാമ്പാർ ഞാനാണ് ഉണ്ടാക്കിയത്. പിന്നെ ഉപ്പേരി, പിന്നെ അതാ മീൻ വറുത്തത്, പിന്നെ അവിയൽ എനിക്കിങ്ങനെ എല്ലാം ഇങ്ങനെ നല്ല വെന്തിട്ട് ഇങ്ങനെ പിളിയായിട്ടിരിക്കണം. പക്ഷേ പായസം കുറച്ച് പാളിപ്പോയി. പക്ഷെ പായസം പാളിയാലെന്താ, കേക്ക് ഒന്നാം തരമായിരുന്നു. ഞങ്ങൾ അമ്പലത്തിൽ പോയി വരുമ്പോഴേക്കും എൻ്റെ ഹാൻസം ഹസ്ബൻഡ് എനിക്ക് വേണ്ടി സ്നേഹത്തിൽ ഒരു കേക്ക് അങ്ങ് ഓർഡർ ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ ഇപ്രാവശ്യത്തെ എൻ്റെ പിറന്നാളങ്ങ് സന്തോഷത്തോടെ ആഗ്രഹിച്ചു. എന്താ ചിരി.